ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ്റെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് അറിയാനായിട്ട് ഒഫീഷ്യലായിട്ട് ഒരു പോസ്റ്റർ കാണുവാനായിട്ട് ഒരുപാട് പ്രേക്ഷകരാണല്ലോ നിലവിൽ കൊതിച്ചിരിക്കുന്നത്. സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ ഓരോ മിനിറ്റിലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സിനിമാ പ്രേമികൾക്കും ലാലേട്ടൻ ആരാധകർക്കിടയിൽ എന്നതുപോലെ തന്നെ എമ്പുരാൻ്റെ അണിയറ പ്രവർത്തകർക്കിടയിലും കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായിട്ട് നടക്കുന്നത് ചൂടേറിയ ചർച്ച തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ച സിനിമയുടെ തടസ്സങ്ങളെക്കുറിച്ചുള്ള ഫോളോ അപ്പ് വാർത്ത തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എമ്പുരാൻ സിനിമയിൽ ഇപ്പോഴും സഹനിർമ്മാണ കമ്പനിയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നുവെന്ന് നാം പ്രതീക്ഷിക്കുന്ന ലൈക്ക പ്രൊഡക്ഷൻസ് സിനിമയിൽ നിന്നും പിന്മാറി. ലൈക്കയും ആശീർവാദ സിനിമാസും തമ്മിൽ പല പ്രശ്നങ്ങൾ സിനിമയുടെ റൈറ്റ്സുമായി ബന്ധപ്പെട്ടും റിലീസുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് നേരത്തെ റൂമേഴ്സ് ഉണ്ടായിരുന്നല്ലോ. ആ റൂമേഴ്സ് ശരിവയ്ക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്ന് ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. ലൈക്ക സിനിമയിൽ നിന്നും പിന്മാറാനായിട്ട് സന്നദ്ധത അറിയിച്ചെന്നും എന്നാൽ ലൈക്ക ഇതിനോടകം തന്നെ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്ത തുകയും അതുപോലെ തന്നെ നഷ്ടപരിഹാരവും കൂടുതലായിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞുവെന്നാണ് ഇന്ന് അവസാനമായിട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. 75 കോടിയോളം രൂപയാണ് ലൈക്ക പ്രൊഡക്ഷൻസ് നിലവിൽ എമ്പുരാൻ എന്ന സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. രണ്ട് പ്രൊഡക്ഷൻസ് ഭാഗമായി എമ്പുരാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി അപ്പോൾ 50-50 റേഷ്യോയിൽ ഏകദേശം 75 കോടി വീതമായിരിക്കും ആശീർവാദ സിനിമാസും ഇതിനോടകം തന്നെ ലൈക്ക പ്രൊഡക്ഷൻസും ഇൻവെസ്റ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ലൈക്ക 75 കോടി രൂപ മാത്രമല്ല 10 കോടി രൂപ കൂടി അധികമായിട്ട് നഷ്ടപരിഹാരം ഉൾപ്പെടെ ആവശ്യപ്പെട്ട് കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ലൈക്കയെ സിനിമയിൽ നിന്ന് മാറ്റണമെങ്കിൽ 85 കോടിയെല്ലാം തന്നെ ആശീർവാദ സിനിമാസ് ഈ ചെറിയ സമയത്തിനുള്ളിൽ തിരികെ കൊടുക്കണമെന്നർത്ഥം. ഇങ്ങനൊരു വലിയൊരു വിഷയം ഇതിനോടകം തന്നെ സിനിമയ്ക്ക് ഉള്ളിൽ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് സിനിമയുടെ പുതിയ പോസ്റ്റേഴ്സ് റിലീസ് ചെയ്യാത്തത്. ഇനി ലൈക്ക പിന്മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആശീർവാദ സിനിമാസ് എമൗണ്ട് എല്ലാം തന്നെ സെറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എമ്പുരാന്റെ നിലവിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോസ്റ്റേഴ്സിൽ നിന്നും ലൈക്കയുടെ ലോഗോ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റണം. എന്തായാലും പ്രശ്നങ്ങൾ നല്ല രീതിയിൽ തന്നെ പരിഹരിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കാം. ഇതിനിടയിൽ സിനിമയുടെ റിലീസ് മാറ്റിയോ എന്നൊരു ചോദ്യത്തിന് ഇപ്പോഴും മാറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഇന്ന് പോലും സിനിമയുടെ ഗൾഫിൽ നിന്നുള്ള ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പ്രകാരം മാർച്ച് 27-ാം തീയതി എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്തും. മാർച്ച് 20-ാം തീയതി ലൂസിഫർ റിലീസ് ചെയ്യുമെന്നാണ് ഏറ്റവും പുതിയ അവസാനത്തെ അപ്ഡേറ്റ്. ഇനി കാത്തിരിക്കുന്നത് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട്, ഒരു ഒഫീഷ്യൽ പോസ്റ്ററിനായിട്ടാണ്. കാത്തിരിക്കുക കൂടുതൽ എമ്പുരാൻ വാർത്തകൾക്ക്.